അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ചും മണ്ണാറശാല ക്ഷേത്രത്തിലെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയെങ്കിൽ മാത്രമേ വീഡിയോയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണതായിരിക്കും. സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം. ഒട്ടുമിക്ക ആളുകൾക്കും ഉരുളി കമത്തുന്ന വഴിപാടുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് അറിയണതും കേട്ടുകേൾവിയുള്ളതും. എന്നാൽ നമുക്ക് അറിയണതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മണ്ണാറശാല. ശൈവ വൈഷ്ണവ നാഗാരാധനയുടെ സമന്വയമായിട്ടാണ് മണ്ണാറശാലേനെ നമ്മൾ കാണാറുള്ളത്. ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ളൊരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൈവ നാഗങ്ങളായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത് വാസുകീനെയും നാഗയക്ഷിനെയാണ്. ഈ രണ്ട്, അതായത് വാസുകിയും നാഗയക്ഷിയാണ് നമ്മുടെ മണ്ണാറശാലയിലെ പ്രധാന പ്രതിഷ്ഠകൾ കേട്ടോ. അതുപോലെ തന്നെ കിഴക്കോട്ടാണ് മണ്ണാറശാല അമ്പലത്തിൽ ദർശനം വരുന്നത്. പിന്നെ അനന്തൻ എന്ന നാഗത്തിന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുണ്ടാവും. മണ്ണാറശാല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറി, മണ്ണാറശാല ക്ഷേത്രം വന്നതിനെക്കുറിച്ചും ആ ഒരു കഥ അറിയുന്നവർക്ക് തീർച്ചയായിട്ടും അനന്തൻ എന്ന ആ ഒരു നാഗത്തിനെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അനന്തൻ എന്ന ഈ നാഗത്തിനെ വിഷ്ണു സ്വരൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അനന്തനെ നമ്മൾ വിഷ്ണു സ്വരൂപമായിട്ട് കൊടികൊള്ളുന്ന നാഗമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് കേട്ടോ. അപ്പോൾ മണ്ണാറശാല ക്ഷേത്രത്തിൽ നിങ്ങൾ വിചാരിക്കും വാസുകിയും നാഗയക്ഷിയും അല്ലെങ്കിൽ അനന്തനും മാത്രമേ ഉള്ളൂന്ന്. എന്നാൽ അങ്ങനെയല്ല. ഉപദേവതകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശാസ്താവ്, ഭദ്രകാളി, ശിവൻ, ഗണപതി, ദുർഗ, ഇത്തരത്തിലുള്ള ഉപദൈവങ്ങളും മണ്ണാറശാലയിലുണ്ട്. എങ്കിലും പ്രധാന പ്രതിഷ്ഠ വാസുകിയും നാഗയക്ഷിയുമാണ്. അത് ശൈവനാഗങ്ങളാണ്. അതുപോലെ തന്നെ അനന്തൻ വൈഷ്ണവ നാഗാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ശൈവ വൈഷ്ണവ നാഗാരാധനയുടെ സമന്വയമാണ് നമ്മളുടെ മണ്ണാറശാലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പോകാത്തവർക്ക് അവിടേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മണ്ണാറശാലയിൽ എത്തിയിരിക്കും. അത്രയ്ക്കും ആത്മാർത്ഥത നമ്മളുടെ ആ ഒരു പ്രാർത്ഥനയിലും നമുക്ക് പോകാനൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാറശാലയിൽ എത്തിയിരിക്കും. അത്രയ്ക്ക് പവർഫുള്ളാണ് അവിടുത്തെ നാഗങ്ങൾ. അപ്പോൾ ആ അമ്പലത്തിൽ പോയവർക്ക് അറിയാൻ പറ്റും, കാവുകളും കുളങ്ങളും ഒക്കെ ആയിട്ട് വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് മണ്ണാറശാലയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനോ റീകൺസ്ട്രക്ഷനോ ഒന്നും അനുവദിച്ചിട്ടില്ല. ആ ഒരു പൈതൃകം അതുപോലെ തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മളുടെ ഈ ഒരു മണ്ണാറശാല. ആ ഒരു പഴയ പൈതൃകം അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്ന ക്ഷേത്രം കൂടിയാണ്. പ്രത്യേകിച്ച് വല്ല മരങ്ങളൊക്കെ ഇതാവുകയാണെങ്കിലും അവിടെ തന്നെ കിടന്നിട്ട് അത് മണ്ണിൽ വളമായി മാറുന്നൊരു അവസ്ഥയാണുള്ളത്. ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനോ റീകൺസ്ട്രക്ഷനോ മണ്ണാറശാലയിൽ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ മണ്ണാറശാല ആയില്യം എന്നറിയപ്പെടുന്നത് തുലാമാസത്തിലെ ആയില്യമാണ്. അത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ. തുലാമാസത്തിലെ ആയില്യത്തിൽ നിങ്ങൾക്ക് മണ്ണാറശാല ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഒത്തിരി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നിങ്ങളുടെ ഒത്തിരി ആഗ്രഹങ്ങൾ സഫലമായി കിട്ടും. ഈ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ദൈവത്തിന് നിരക്കണ കാര്യങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ഒരാളെ നശിക്കാനോ തൊലയാനോ അങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും അത് ഇരട്ടി ദോഷം നമുക്കാണ് വന്ന് ഭവിക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും കേട്ടോ. ഈ ഒരു നമ്മളെ തുലാമാസത്തിലെ ആയില്യം, ആ ഒരു സമയത്ത് ആയില്യം എഴുന്നള്ളിപ്പ് എന്നൊക്കെ പറയും. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചടങ്ങാണ് അവിടുത്തെ. അത് കണ്ടവർക്കറിയാം. കാണാത്തവർ അല്ലെങ്കിൽ മണ്ണാറശാലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ തുലാമാസത്തിലെ ആയില്യത്തിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സന്താന ഭാഗ്യം, രോഗശമനം, ധനാഭിവൃദ്ധി, അതുപോലെ തന്നെ ദാമ്പത്യ സുഖം, സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. അതായത് തുലാമാസത്തിലെ ആയില്യത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ട്. തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ അന്ന് നമ്മൾ നമ്മളുടെ വാസുകീനെയും അതുപോലെ തന്നെ നാഗയക്ഷി അമ്മേനെയും
നമ്മുടെ അനന്തനെയും അവിടെയുള്ള എല്ലാ ഉപദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സന്താനഭാഗ്യം, രോഗശമനം, ധനാഭിവൃദ്ധി, അതുപോലെ തന്നെ ദാമ്പത്യ സുഖം എന്നിവ വന്നു ചേരും. അതായത് സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരും എന്നാണ് നമ്മൾക്കിടയിലുള്ളൊരു വിശ്വാസം. പിന്നെ ശിവരാത്രി ദിവസവും നമ്മളെ മണ്ണാറശാലയിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഈ ശിവരാത്രിയുടെ അന്ന് മാത്രമാണ് അവിടെ ദീപാരാധന നടക്കണം കേട്ടോ. ദീപാരാധന ഉള്ളത് ശിവരാത്രിയുടെ അന്ന് മാത്രമാണ്. അതുപോലെ തന്നെ സർപ്പബലികളൊക്കെ നടക്കാറുണ്ട് ശിവരാത്രിയുടെ അന്ന്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ചില വഴിപാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ വഴിപാടാണ് നിലവറ പായസം. അത് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഈ ഒരു വഴിപാട് നമ്മളുടെ ഇഷ്ടകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നടത്താറുള്ളത്. നല്ല മനസ്സോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ പാലും പഴവും നിവേദ്യം എന്ന് പറയുന്ന മറ്റൊരു വഴിപാടുണ്ട്. അത് നമ്മളുടെ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാൻ വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ്. പിന്നെ സർപ്പദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മണ്ണാറശാല ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാഗദൈവങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരികയും ചെയ്യും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് നാഗങ്ങളെന്നെയാണ്. അതുപോലെ തന്നെ നാഗങ്ങളെ പരീക്ഷിക്കാനും നിൽക്കരുത് കേട്ടോ. വെറുതെ തമാശയ്ക്ക് വേണ്ടി വഴിപാടുകൾ ആരും നേരരുത്. അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടി തന്നെ വഴിപാടുകൾ ചെയ്യണം. അത് നേർന്ന പോലെ തന്നെ നടത്താനും നമ്മൾ നടത്താനും പ്രത്യേകം ഉത്സാഹം കാണിക്കണം. മണ്ണാറശാലയിൽ ഉരുളി കമത്തുക പറയുന്ന വഴിപാട് എല്ലാവർക്കും അറിയുന്ന ഒരു വഴിപാടാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടാണ്. അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഉരുളി കമത്തുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന നാഗദൈവങ്ങൾ കേൾക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.